രാവിലെ തന്നെ ഒരു പണി കിട്ടി കേട്ടോ. സ്മൂത്തി അടിച്ച് കുടിക്കാൻ വേണ്ടി ക്യാരറ്റ് വേവിക്കാൻ വേണ്ടി ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. തിരിച്ച് വന്നപ്പോൾ ചട്ടിയെല്ലാം കരിഞ്ഞു പോയി. ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ക്യാരറ്റും കുറച്ച് കരിഞ്ഞ്, പിന്നെ കരിഞ്ഞ ഭാഗമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ എന്താ സ്മൂത്തി അടിച്ച് കുടിച്ചു. പഴയ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് ക്യാരറ്റ് കൊണ്ട് സ്മൂത്തി അടിക്കാമെന്ന് വിചാരിച്ചത്. അതങ്ങനെയായി. പിന്നെ ഉമ്മച്ചിയുടെ ഒരു പഴയ ഒരു ചട്ടിയാണ്, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അത് തേച്ച് കഴിക്കെടുത്ത് വെച്ച് കേട്ടോ. ഇതിലെ കരിയൊക്കെ പെട്ടെന്ന് പോകാനൊരു ട്രിക്കുണ്ട്, അത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയാൽ മതിയേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്കത്തേനുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാനും കുഞ്ഞും കൂടെ മക്കളുടെ സ്കൂളിലേക്ക് പോന്നു. ഇന്ന് സ്കൂളിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ചിൽഡ്രൻസ് ഡേ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്ന് ചാരിറ്റി ബേസ്ഡായിട്ട് അവിടെ കുറച്ച് ഗെയിം പ്രോഗ്രാമും അതുപോലെ ഫുഡ് ഫെസ്റ്റും പിന്നെ മക്കളുടെയൊക്കെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു പ്രോഗ്രാം, അങ്ങനെ അതിന് വന്നതാണ്. ഞങ്ങൾക്ക് പേരൻസിന് 1 മണി തൊട്ടാണ് അലൗഡ്. അതുകൊണ്ട് ഞങ്ങളൊരു 1 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങ് പോന്നു. മോളുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, പക്ഷെ അത് കാണാൻ പറ്റിയില്ല കേട്ടോ. ഇതാണ് മോളുടെ ഡാൻസ്. കാരണം ഞങ്ങൾ വരുന്നതിന് മുമ്പ് ആ ഡാൻസ് കഴിഞ്ഞായിരുന്നു. അങ്ങനെ എന്തായാലും അതിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വേറൊരു കുട്ടി അയച്ചു തന്നാണ്. ഞാനത് ചെറുതായിട്ട് ഇതിലൊന്ന് ക്ലിപ്പിംഗ് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഗെയിംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനുള്ള ചെറിയ ചെറിയ ഗെയിംസുകൾ, ഇതുപോലെ പൈസ നേരെ വെള്ളത്തിലോട്ട് താഴോട്ട് ഇടുന്നതും, പിന്നെ ബോട്ടിൽ റിങ് എറിയുന്നത്, പിന്നെ അങ്ങനെ പിന്നെ ഈർക്കലി കളിക്കത്തില്ലേ നമ്മുടെ പണ്ടത്തെ ആ ഒരു ഗെയിം ഉണ്ടായിരുന്നു. മക്കളൊക്കെ എന്ത് ഇൻട്രസ്റ്റിലാണ് ഇത് കളിക്കുന്നത്. ഒരു ഗെയിമിന് 20 രൂപ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗെയിംസൊക്കെ സ്കൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മക്കളൊക്കെ കുറച്ച് ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. മോനെ കണ്ടില്ല, കൊച്ചുമക്കൾ മുകളിലായിരുന്നു പ്രോഗ്രാം. അങ്ങനെ കുറച്ച് നേരം മക്കളുടെ ഡാൻസും പാട്ടും ഒക്കെ കണ്ടിരുന്നു. അതിനുശേഷം മോൾക്ക് ചെറിയ വഴക്കൊക്കെ തുടങ്ങിയ സമയത്ത് ഞാനൊരു ഓട്ടോയും പിടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മോള് പറഞ്ഞു അവളുടെ ഫ്രണ്ട്സുമായിട്ടൊരു ഫോട്ടോ എടുത്തു കൊടുക്കാൻ. അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ അവരുടെ എടുത്തു കൊടുത്തു. നേരെ വീട്ടിലേക്ക് പോന്നിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഡയറ്റല്ലേ, അതുകൊണ്ട് ഞാനിന്ന് ചപ്പാത്തി ആക്കി. പിന്നെ ഇന്നലത്തെ ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു, നാത്തൂൻ കൊടുത്തുവിട്ട ബിരിയാണി ആയിരുന്നേ. അപ്പോൾ അത് മോൾക്ക് ചൂടാക്കി എടുത്തതാണ്, പക്ഷെ അവൾ കഴിച്ചില്ല. കാരണം ഞാൻ എന്ത് ഫുഡ് കഴിക്കുന്നു അതേ അവൾ കഴിക്കത്തുള്ളൂ. ഞാൻ മിക്കവാറും ഓർക്കും ഉച്ചയ്ക്ക് ചോറ് മാറ്റിയിട്ട് ചപ്പാത്തി എടുത്താലോ എന്ന്. പക്ഷേ എൻ്റെ ഫുഡ് പാർട്ട്ണർ ഇവളാണ്. എൻ്റെ കൂടെ ഇരുന്നേ കഴിക്കത്തുള്ളൂ. പക്ഷെ അവൾ കഴിക്കുമ്പോൾ ഞാൻ എടുക്കുന്നതെല്ലാം മാത്രമേ കഴിക്കുകയുള്ളൂ. ഈ ബിരിയാണിയാണെങ്കിൽ കൂടെ അത് അങ്ങ് മാറ്റി വയ്ക്കും കേട്ടോ. അങ്ങനെ അവൾ ആ ബിരിയാണിയൊക്കെ മാറ്റി വെച്ച് എൻ്റെ കൂടെ ചപ്പാത്തി കഴിച്ചു. ചപ്പാത്തിയും കുക്കുംബറും പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ചിക്കൻ കറി അതെല്ലാം കൂട്ടി ഞങ്ങൾ കഴിച്ചു. പിന്നെ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഞാനും നാത്തൂനും മക്കളും എല്ലാം കൂടെ ലുലു മാളിലേക്ക് പോന്നു കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ മക്കളെയും കൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റിന് വരുന്നത് ലുലു മാളിലാണ്. അങ്ങനെ വന്ന് അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നതൊക്കെ മേടിച്ചു. പിന്നെ മക്കൾക്ക് വിശന്നു, നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ കുറച്ച് അവിടെ നിന്ന് സാലഡ് കഴിച്ചു. പിന്നെ മക്കൾ മേടിച്ചതിൽ നിന്ന് കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.